കാരണം അറിയോ, ഇങ്ങനത്തെ മനസ്സുള്ള ഇവനൊക്കെ ഇവന്റെ വീട്ടിലുള്ളവരോടാണെന്നുണ്ടെങ്കിലും ഇവനോട് ഇടപഴകുന്ന സ്ത്രീകളോടാണെങ്കിലും ഈ രീതി തന്നെ അവൻ ചെയ്യും. ഇത് സാധാരണ പോലെ സിനിമാ നടിമാരെ പറ്റിയും അവരെ പറ്റിയും ഗോസിപ്പ് പറയണ പോലെയല്ല. നമ്മളെ നാട്ടിൽ റിയൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു അട്രോസിറ്റിനെ പോലും അതിനെ ഈ രീതിയിൽ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇതാക്കണം. നമ്മളൊക്കെ പറയാൻ പറ്റില്ല, ഈ നാറി പറഞ്ഞിട്ടുള്ള റിപ്പീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനെ ഇവൻ ഈ രീതിയിൽ ന്യായീകരിക്കുന്നെങ്കിൽ ഇവൻ അഗെയിൻസ്റ്റ് ഡെഫിനറ്റ് ആയിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനുള്ള കേസ് ഇവനെതിരെടുക്കണം. നമസ്കാരം. നിങ്ങൾ തംബ്നെയിലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. 2 കാര്യങ്ങളാണ് ഈ വീഡിയോ പറയാനുള്ളത്. ഒന്ന്, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നിങ്ങൾ എത്ര പേര് അറിയുന്നറിയില്ല, നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു കസ്റ്റമായിട്ട് കൊണ്ടു നടക്കുന്ന, അതായത് സ്ത്രീകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഒരു ആചാരം പോലെ കൊണ്ടു നടക്കുന്ന, അധികം പുറത്തങ്ങനെ ആരും അറിയാതെ ആണെങ്കിൽ കൂടി ഇന്നും അങ്ങനെ ഒരു ആചാരം ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ ശിവപുരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ സ്ത്രീകളെ പരസ്യമായിട്ട്, ഈ ഹിന്ദിയിൽ മണ്ഡി എന്ന് പറയും, മണ്ഡി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ഓക്കെ, പരസ്യമായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ട് പുരുഷന്മാർക്ക്, അന്യപുരുഷന്മാർക്ക് എഗ്രിമെന്റ് വെച്ചിട്ട് അവർക്ക് അവർലി ബേസിസ് അല്ലെങ്കിൽ ഡെയിലി, വീക്ക്ലി, മന്ത്ലി അല്ലെങ്കിൽ ഇയർലി കോൺട്രാക്ട് പറയുമ്പോൾ തന്നെ എനിക്കൊരു വിഷമം തോന്നുന്നു. ഈ കോൺട്രാക്ട് വെച്ചിട്ട് സ്ത്രീകളെ കൊടുക്കുന്ന, ലീസിന് കൊടുക്കുന്ന ഒരു സിസ്റ്റം, എന്താ പറയുക, ഒരു ആചാരമുണ്ട്. അവിടെ ഒരു സംഗതി അങ്ങനെ നടക്കുന്നത്, ഒരു പരിപാടി അങ്ങനെ നടക്കുന്നുണ്ട്. ഇതിന്റെ കാര്യം റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പക്ഷെ വീഡിയോന് 2 പോർഷനാണുള്ളത്. ഒന്ന്, ഇതിന്റെ ഒരു ഇൻഫോർമേറ്റീവ് പാർട്ട്, ഓക്കെ. മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിക്കും ഇത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്രയും വിഷമം തോന്നുന്ന സംഭവം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിൽ, ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതല്ല, നമ്മുടെ നാട്ടിലൊരു മലയാളി യൂട്യൂബർ, ഓക്കെ, ആളുടെ പേര് ഞാൻ ഇതിൽ പറയുന്നില്ല, എനിക്ക് ആ പേര് പോലും പറയാൻ താല്പര്യമില്ല. ഇതാണ് വ്യക്തി, ഓക്കെ, പേരെന്നാലും പറയാം, ജസ്റ്റ് ഡാഷ് വ്ലോഗ്, ഓക്കെ. ജസ്റ്റ് ഡാഷ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തന്ത, ഓക്കെ. നിങ്ങൾ വളരെ പരിചിതമായിരിക്കാം. പുള്ളിയുടെ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചൊക്കെ കിട്ടുന്ന ഒരു വീഡിയോ ആളാണ് ഈയിടെയായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഗോസിപ്പാണ്, അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് കംപ്ലീറ്റ് അവിഹിതമാണ്. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറയുന്നത് കംപ്ലീറ്റ് വൃത്തികേടാണ്, ഓക്കെ. ഈയിടെ പലരെ പറ്റിയും പല വൃത്തികേടും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മി നക്ഷത്രം ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ള ഒരു സംഗതി കൂടെ ഉണ്ട്, ഓക്കെ. ഇയാളുടെ ടോപ്പിക്ക് ഞാൻ എന്താ എടുക്കാൻ കാരണം വെച്ചാൽ, ഞാൻ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് അടുത്തിപ്പോൾ 2 ദിവസം മുന്നേറ്റ വീഡിയോ ചെയ്ത വ്യക്തിയാണ് ഈ ജസ്റ്റ് ഡാഷ് വ്ലോഗ്, ഓക്കെ. നടുക്കത്തെ വാക്ക് സ്റ്റാർ എന്നാണ്, പക്ഷെ എനിക്ക് സ്റ്റാറിന് പകരം വേറൊരു വാക്കാണ് അതിൽ പറയാൻ തോന്നുന്നത്. പക്ഷെ അതിപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും നമ്മുടെ ചാനൽ ഒരുപാട് ഈ പറഞ്ഞ പോലത്തെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മളെ അമ്മമാരും പെങ്ങന്മാരും ഒരുപാട് കാണുന്നതുകൊണ്ട് ഞാൻ ആ സ്റ്റാർ എന്നുള്ള വേർഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറയുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഡാഷ് വ്ലോഗ്, ഓക്കെ. ഇയാളുടെ ഒരു വീഡിയോ, ഇയാൾ ഇതേ കഷ്ടത്തിനെ കുറിച്ച്, അതായത് ഇതിന്റെ പേര് ധഡീച്ച പ്രഥ എന്നാണ്, ധഡീച്ച പ്രഥ, ഓക്കെ, ഇതാണ് ഇതിന്റെ പേര്. ഇയാളിതിൽ ഗജീന്ദ്ര പ്രഭാന്നോ പ്രജാന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്, സംഗതി ഒന്നല്ല, ധഡീച്ച പ്രഥ, ഓക്കെ. ഇത് ഒരു സിസ്റ്റം, ഒരു സംഗതിയാണ് ശിവപുരി എന്ന് പറഞ്ഞിട്ടുള്ള മധ്യപ്രദേശിലുള്ള സ്ഥലത്ത് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇയാൾ പറഞ്ഞിട്ട് ഇതിനെ അത്രയും വൾഗറായിട്ട്, ഇയാളുടെ ശൈലിയിൽ അവിഹിതം വൾഗറായിട്ട് മോശമായിട്ട് ഇതിനെ അവതരിപ്പിച്ചിട്ട് അത് കേരളത്തിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു വീഡിയോ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് റിയാക്ട് ചെയ്യാൻ കാരണം. ഇത് കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന പുരുഷന്മാർക്കുള്ള ലൈംഗിക ദാരിദ്ര്യം ഇവിടെ പോകുന്നു, ഓക്കെ. ഇതാണ് കൊണ്ടിട്ടാണ് ഇയാൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി ധഡീച്ച പ്രഥ എന്താന്നുള്ള സംഗതിക്ക് വരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ശിവപുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പെൺകുട്ടികൾ ജനിക്കുന്ന സമയത്ത് നിർധനരായിട്ടുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ, ഭയങ്കര വിഷമമുള്ള കാര്യം കേട്ടോ, എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നിപ്പോവും. അതായത് ജനിക്കുന്ന സമയത്ത് തന്നെ ഓരോ പെൺകുട്ടിയും ഈസ് കൺസിഡേർഡ് ടു ബി എ ബ്രെഡ് വിന്നർ ഫോർ ദ ഫാമിലി. അതായത് ഇവരാണ് ഈ കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകൾ, ബുദ്ധിമുട്ടുകൾ തീർക്കുന്ന ആള് എന്ന് അവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. കാരണം എന്താ വെച്ചാൽ, ഈ പെൺകുട്ടികളെ വലുതായി കഴിഞ്ഞാൽ, വലുതായി എന്ന് പറഞ്ഞാൽ വിഷമം വരുന്ന കാര്യം വെച്ചാൽ, ഈവൻ 6 വയസ്സ് മുതൽ, എനിക്കത് പറയുമ്പോൾ കൂടി എനിക്ക് അത്രയും ഞാൻ പറയാലോ, 6 വയസ്സ് മുതൽ ഈ കുട്ടികളെ ഒരു മാർക്കറ്റ്, അതായത് മണ്ഡി അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ചന്തയിൽ കൊണ്ടുപോയിട്ട് അന്യപുരുഷന്മാർക്ക് എഗ്രിമെന്റ് എഴുതി കൊടുക്കണം, ഓക്കെ. അത് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞവരായിരിക്കാം, ഓക്കെ, അതല്ല പെണ്ണ് കിട്ടാത്ത ആൾക്കാരായിരിക്കാം. മെയിനായിട്ട് ഇവിടെ വന്ന് ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നത് ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ വലിയ ഇതിലുള്ള ആൾക്കാരാണ്. അത് കുറഞ്ഞ 10 രൂപ മുതൽ 100 രൂപ വരെയുള്ള സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെന്റ് എഴുതിയിട്ടാണ് നടക്കുന്നത്. 50,000 വരെയൊക്കെ പ്രൈസ്ഡാണ്
സ്ത്രീകൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതെന്താണെന്നറിയോ, ഈ വൈഫ് സ്വാപ്പും അങ്ങനത്തെ ഒരുപാട് സംഗതി നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് അഗെയിൻസ്റ്റിൽ എക്സ്പ്ലോയിറ്റേഷൻ ഒരുപാട് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സംഗതി കൂടി ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് അർത്ഥം. അതായത് ഒരുപാട് ഈ എന്താ പറയുക, ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വരെ ഇതിന് ഒരുപാട് ചൂഷണത്തിന് ഇരയാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5 വർഷം 10 വർഷം മുന്നേ മുതൽ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസും ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ അവൈലബിൾ ആണ്. അവർ പറയുന്ന ഇൻ്റർവ്യൂസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം ട്രോമയിലൂടെയാണ് ഇവരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏകദേശം ഊഹിച്ചാൽ തന്നെ അറിയാലോ അല്ലേ. ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വീട്ടിലുള്ള, അങ്ങനെ പറയാൻ വയ്യ എനിക്ക്, ഒരു സുപ്രഭാതത്തിൽ വീട്ടിലുള്ള ഒരു സ്ത്രീകളെയും മക്കളെയൊക്കെ പിന്നെ ഒരു മാർക്കറ്റിൽ കൊണ്ടുപോവുക, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് അവർ ലേലം വിളിച്ചെടുക്കുക, എന്തൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് ആലോചിച്ച് നോക്കും. അവർ ലേലം വിളിച്ചെടുത്തതിന് ശേഷം ഒരു വർഷത്തേക്കുള്ള അഗ്രിമെന്റിന് അവർ പോകുന്നു. ഈ ഒരു വർഷത്തെ അഗ്രിമെന്റിന് അവർ അത്രയും അട്രോസിറ്റീസ്, അത്രയും പീഡനമാണ് അവർ സഹിക്കുന്നത്. ഇത് കഴിഞ്ഞോട് കൂടിയിട്ട് ഈ വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ അഗ്രിമെന്റ് റിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇവർ വേറൊരാളുടെ ഇതിൽ പോകുന്നു. അങ്ങനെ 9-10 അഗ്രിമെന്റ്സ് വർഷത്തെ അഗ്രിമെന്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും. ധഡീച്ച പ്രധാൻ എന്നുള്ള കേട്ടോ, ശിവപുരി മധ്യപ്രദേശ് എന്നൊക്കെ പറഞ്ഞ് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, ബേസിക്കലി ഇതൊരു വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് സീരിയസ് ആയിട്ട് പറയാം. ഈ മാനസികമായിട്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ അമ്മ പെങ്ങന്മാരും പെൺമക്കളെന്നുള്ളവർക്ക്, ഇനി ഇല്ലാത്തവർക്കാണെങ്കിലും, കല്യാണം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര വിഷമം തോന്നിപ്പോകും. ആർക്ക്? മനസാക്ഷി ഇല്ലാത്തവർക്ക്. പക്ഷെ ഇതല്ലാതെ ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കമന്റ് ബോക്സിലും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതല്ലാത്തൊരു സമൂഹമുണ്ട്. ഇവരിതിനൊക്കെ വെറും ലൈംഗികപരമായിട്ട് മാത്രം കാണുന്ന ഒരു വിഭാഗമുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ സംഗതികൾ നടക്കുമ്പോൾ സ്ത്രീകളെ മേലെ എന്ത് സംഭവം ഉണ്ടായാലും, ഇങ്ങനത്തെ എന്ത് സംഗതി ഉണ്ടായാലും, അത് കുട്ടികളാണെങ്കിലും കൂടി അവർക്കതൊരു തമാശയാണ്. കാരണം അവരുള്ളിൽ ഇതുപോലെ ചെയ്യാനും ഇതുപോലുള്ള കാര്യങ്ങൾ എന്താ പറയുക കൺമുന്നിൽ കണ്ടാലും ഇതിലൊരു ഭാഗമാവാൻ നിൽക്കുന്ന ഒരു മനസ്സുള്ളിലുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അതിൽപ്പെട്ടൊരു വ്യക്തിയാണ് ഈ ജസ്റ്റ് ഡാഷ് വ്ലോഗൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അടുത്ത പ്ലേ ചെയ്യുന്ന ക്ലിപ്പിൽ ഇയാൾ ഇതിനെക്കുറിച്ച് മഹത്വവൽക്കരിച്ചിട്ടുള്ള ഇയാൾ പറയുന്നുണ്ട്. ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം, അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വരിക. ഇയാൾ ഇതിൽ പറയുന്നുണ്ട്, ഇതുപോലൊരു സംവിധാനം നമ്മുടെ നാട്ടിലും വന്നിരുന്നെങ്കിൽ ഒരുപാട് ലൈംഗിക ദാരിദ്ര്യം ഇത് പോവുമായിരുന്നു എന്നും പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകളും, ഇയാൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണോ പറയണമെന്ന് അറിയില്ല. അതോ ഇയാൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളെ ചാനലിന്റെ രീതിയിലുള്ള അയാളുടെ കുടുംബത്തിലും അയാളെ വീട്ടിൽ നടക്കുന്ന കാര്യമായിട്ടായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളായിട്ടായിരിക്കും ഒരു പക്ഷേ. കാരണം വെച്ചാൽ അതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ഇയാളുടെ ചാനൽ ഇത് വളമ്പുന്ന സമയത്ത് ഇത് വെറും മറ്റേ എന്താ പറയുക അവിഹിതം ലൈംഗികതയും മാത്രമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണത്. കാരണം നമുക്കിത് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് കേൾക്കൂ. ഞാൻ ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് ഇവിടെ ചെറുതായിട്ട് ഞാൻ ഈ വോയിസ് ഒന്ന് മോഡുലേറ്റ് ചെയ്തിട്ട്, ഈ ജന്തുവിന്റെ വോയിസ് തന്നെയാണ്, ഈ മൃഗത്തിന്റെ വോയിസ് തന്നെയാണത്. ഇവന്റെ വോയിസ് ഞാൻ ജസ്റ്റ് മോഡുലേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും നല്ലൊരു ആചാരമാണ് ഇത്. ഒരു സ്ത്രീധനം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഒരു ഭർത്താവിന്റെ കൂടെ ഈ കല്യാണം കഴിക്കാനായിട്ട് ഒരിക്കലും കല്യാണം കഴിയില്ല എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ വരെ കൊണ്ടുപോയിട്ട് അവർക്ക് ഭർത്താവ് സുഖം കിട്ടും ചെയ്യില്ലോ. അവർക്ക് ഇവരെ വീട്ടിനേക്കാളും വലിയ കാശുള്ള ആൾക്കാരാകുമ്പോൾ അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടും, നല്ല വസ്ത്രം കിട്ടും, ഒരു കൊല്ലം ആർഭാടായിട്ട് അവിടെ ജീവിക്കാം. ഒരു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വേറെ ആളുടെ കൂടെ പോയി ജീവിക്കാം. അപ്പൊ അങ്ങനെ അവർക്കും ഈ സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടമാണെന്നാ പറയുന്നത്, ഇങ്ങനെ മാറി ജീവിക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ തന്നെ ഒരു ഭാര്യയുടെ കൂടെ ഒരു മാസോ 2 മാസോ 6 മാസം ജീവിക്കുമ്പോഴേക്കും ഭാര്യയ്ക്കും ബോറടി തുടങ്ങും, ഭർത്താവിനും ബോറടി തുടങ്ങും. അപ്പൊ ഭാര്യ എന്തുണ്ടാവും, വേറെ ആൾക്കാരെ അന്വേഷിക്കാൻ തുടങ്ങും. ഭർത്താവ് എന്തുണ്ടാവും, വേറെ സ്ത്രീകളെ അന്വേഷിക്കാൻ തുടങ്ങും. അവിടെ അങ്ങനെയുള്ള ബോറടിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കൊല്ലത്ത് സഹിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ 6 മാസം സഹിച്ചാൽ മതിയല്ലോ, കൊണ്ടുപോയി മാറി വേറെ കൊണ്ടുവരാമല്ലോ എന്നുള്ള കാര്യം കൂടി അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കേരളത്തിൽ വരുന്നുണ്ടതാണ്. കാരണം എന്താണ്, ഈ ഡൈവോഴ്സ് കേസുകൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ കയ്യിൽ ടാക്സ് പിടിച്ച് ജീവിക്കുന്ന കാശുകൾ മുഴുവൻ കൊണ്ടുവന്ന് കുടുംബ കോടതിയിൽ കൊണ്ടുവന്ന് ചെലവാക്കി അതിന്റെ സമയം നഷ്ടം, എത്ര ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്, അങ്ങനെയുള്ള കോടതികളൊക്കെ ജില്ലകൾ തോറും പഞ്ചായത്തുകളൊക്കെ നടത്തുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലാണ് അത്യാവശ്യം. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ സെക്സിന് ഒരുപാട് ദരിദ്രമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ നാട് കേരളം. അപ്പൊ അതുകൊണ്ട് അതൊന്ന് മുൻഗണനയിലേക്ക് എത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകരിക്കും. ഇത് വരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഒരു കുടുംബം എങ്ങനെ നടത്താം എന്നുള്ള ഒരു ട്രെയിനിങ്ങും കൂടി ആവും. കാരണം എന്താണ്, ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടോ, മാനസികമായ പ്രശ്നങ്ങളുണ്ടോ, ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണം, ആ സ്ത്രീനെ എങ്ങനെ സംരക്ഷിക്കണം, ആ സ്ത്രീക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണം, ആ സ്ത്രീനെ എന്തൊക്കെ കൊടുത്താലും സന്തോഷിപ്പിക്കുക എന്നുള്ളതൊക്കെ ഒരു ട്രെയിൻ ചെയ്യാനും ഇത് നല്ലൊരു ഉപാധിയായിട്ട് എനിക്ക് മനസ്സിലാകുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പകർത്തേണ്ട ഒരു രാജ്യം നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് എനിക്ക് തോന്നുന്നു.
കേട്ടോ. എത്രയും വിഷമമായിട്ടുള്ള സംഭവം. നിങ്ങൾ ഈ ഒരു ഇതിനെ കുറിച്ച് നെറ്റിൽ നിങ്ങൾ നോക്കൂട്ടോ, ധടീച്ച പ്രാർത്ഥന സംഭവം. കാരണം വെച്ചാൽ ഒരു വീട്ടിലെ കുട്ടികൾ അവർ വലുതായിട്ട് അവർക്ക് എത്രത്തോളം സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ത്രീ സുരക്ഷ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കുട്ടികൾ വളർത്തി കഴിഞ്ഞാൽ അവരെ സേഫ്റ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കഷ്ടം ഉണ്ടാകുമ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന അതിനെ ഗ്ലോറിഫൈ ചെയ്യുക മാത്രമല്ല അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലുള്ള മുഖവും കണ്ണും ആക്ഷനും വെച്ച് സംസാരിക്കുന്ന ഇവനെ പോലുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്ത് ഇവനെ പോലുള്ള ആൾക്കാർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനുള്ള കേസ് കൊടുക്കണം. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. കാരണം എന്നറിയോ, ഇങ്ങനത്തെ മനസ്സുള്ള ഇവനൊക്കെ ഇവന്റെ വീട്ടിലുള്ളവരോടാണെന്നുണ്ടെങ്കിലും ഇവനോട് ഇടപഴകുന്ന സ്ത്രീകളോടാണെങ്കിലും ഈ രീതി തന്നെ അവൻ ചെയ്യും. ഇത് സാധാരണ പോലെ സിനിമാ നടിമാരെ പറ്റിയും അവരെ പറ്റിയും ഗോസിപ്പ് പറയണ പോലെയല്ല. നമ്മുടെ നാട്ടിൽ റിയൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു അട്രോസിറ്റിനെ പോലും അതിനെ ഈ രീതിയിൽ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇതാക്കണം. നമ്മളൊക്കെ പറയാൻ പറ്റുള്ള ഈ നാറി പറഞ്ഞിട്ടുള്ള റിപ്പീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനെ ഇവൻ ഈ രീതിയിൽ ന്യായീകരിക്കുന്നെങ്കിൽ ഇവൻ അഗെയിൻസ്റ്റ് ഡെഫിനറ്റ് ആയിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനുള്ള കേസ് ഇവനെതിരെ എടുക്കണം. ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ, നമ്മുടെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്കെതിരെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തൊക്കെ പറഞ്ഞ് നടക്കുന്നവർ. അവരൊക്കെ ഇത് ഡെഫിനറ്റ് ആയിട്ട് കാണണം. കണ്ടതിന് ശേഷം ഇവനെതിരെ നിയമ നടപടി എടുക്കുന്ന ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് യൂട്യൂബിൽ എന്നെ പോലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്തിട്ട് മാത്രമായില്ല. ഇവനെതിരെ നിയമ നടപടി എടുക്കണം. കാരണം വെച്ചാൽ ഇവന്റെ ഒക്കെ മനസ്സ് അത്രയും മോശമാണ്. അത്രയ്ക്ക് മോശം തന്നെ, അത്രയ്ക്ക് മോശം.